إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, തൗഹീദ് എന്ന വാക്കിന്റെ അർത്ഥം ഏകനാക്കുക, ഒറ്റയാക്കുക, ഒരുവനാക്കുക എന്നൊക്കെയാണ്. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് എല്ലാ പ്രവാചകന്മാരും ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. അപ്പൊ ആരാധനക്കർഹൻ ഒരുവനാണ്, വേറെ ആരുമില്ല. അതാണ് തൗഹീദ്. എന്നാൽ അതോടൊപ്പം അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ അത് തൗഹീദാവുകയില്ല. കാരണം മക്കയിലെ മുശ്രിക്കുകളും അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവരുമാണ്. ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുകളെക്കാൾ ഈ വിഷയത്തിൽ അവർ മുന്നിലായിരുന്നു. ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അടിയന്തര ഘട്ടങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുകയും സാധാരണ ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ വിളിക്കുകയും ചെയ്യും. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ അടിയന്തര ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു. ആ സമയത്ത് മറ്റാരും രക്ഷിക്കാനില്ല എന്നവർക്കറിയാം. എന്നാൽ സാധാരണ ഘട്ടങ്ങളിൽ, നോർമൽ കേസിൽ അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു. അതിന്റെ നേരെ വിപരീതമാണ് ഇന്ന് മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പലരുടെയും സ്ഥിതി. ഇത് നമ്മുടെ നാട്ടിലാണെങ്കിലും നാടിന് പുറത്താണെങ്കിലും കാണാൻ സാധിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് സലഫി പണ്ഡിതന്മാരിൽ പലരും അഖീദയുടെ ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചെടുത്ത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ജാഹിലിയത്തിലെ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ എന്ന് പലരും പലയിടങ്ങളിലും വിശദീകരിച്ചത് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഈ ഒരവസ്ഥയുണ്ടാകുന്നത്? തൗഹീദിന്റെ വശങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് അല്ല തൗഹീദ്, മറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് തൗഹീദ്. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെയും ആരാധിച്ചു, അല്ലാത്തവരെയും ആരാധിച്ചു. പക്ഷെ അവർ മുസ്ലിങ്ങളായില്ല. എന്തുകൊണ്ട്? അവർ അള്ളാഹു അല്ലാത്തവരെയും ആരാധിച്ചു, അവരോടും ദുആ ചെയ്തു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാകുമെങ്കിൽ മക്കയിലെ മുശ്രിക്കുകളൊക്കെ മുസ്ലിമാണെന്ന് പറയേണ്ടി വരും. ഇന്ന് ലോകത്തുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകളിൽ പലരും അള്ളാഹുവിനെ മാത്രം, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഏകശക്തിയെ മാത്രം ആരാധിക്കുന്നവരുണ്ട്. അതോടൊപ്പം ആ ഏകശക്തി അല്ലാത്തവരോട് ആരാധിക്കുന്നവരുമുണ്ട്. അവരും ഈ ഏകശക്തിയോട് പലപ്പോഴും ആരാധിക്കുന്നു, ദുആ ചെയ്യുന്നു. അപ്പൊ അതുപോലെ ഖുർആൻ ഈ കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പഠിപ്പിക്കൽ, അതിനാണ് ഇത്ബാത്ത് എന്ന് പറയുന്നത്, സ്ഥിരപ്പെടുത്തൽ, ഉറപ്പിക്കൽ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. രണ്ടാമത്തേത് നഫിയാണ്, നിഷേധമാണ്. അതെന്താണ്? അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ആരാധിക്കാതിരിക്കുക. ഇത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോഴാണ് തൗഹീദ് പൂർണ്ണമായി തീരുന്നത്, അല്ലെങ്കിൽ അത് തൗഹീദായി തീരുന്നത്. അപ്പൊ ഒന്ന് ഇത്ബാത്തും ഒന്ന് നഫിയും. ഇപ്പൊ സാധാരണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആദ്യം നിഷേധമാണ്. ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല. ഒരു ആരാധ്യനുമില്ല എന്നാൽ അതൊരു സത്യപ്രസ്താവനയാണോ? അല്ല. ആരാധിക്കപ്പെടുന്ന പലരുണ്ട്, പലതിനെയും ആരാധിക്കപ്പെടുന്നു. പക്ഷെ അല്ലാഹ് പറയാൻ ലാ ഇലാഹ, ആരാധിക്കപ്പെടുന്ന ഒരുത്തനുമില്ല. അവിടെ പണ്ഡിതന്മാർ റബ്ബി ഹഖിൻ എന്ന് പറഞ്ഞു കാണാൻ, ന്യായമായി അർഹതയോടുകൂടി ആരാധിക്കപ്പെടുന്ന ഒരുത്തനും ലോകത്തില്ല. ഒരുത്തനുമില്ലേ? ഉണ്ട്. ആരാ ഉള്ളത്? അത് അല്ലാഹ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രം. അപ്പൊ ആദ്യം നിഷേധിച്ചു, ആരാധിക്കപ്പെടുന്ന ഒരുത്തനുമില്ല. പിന്നെ സ്ഥാപിച്ചു, അത് അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇതെന്തിനാ അങ്ങനെ പറയുന്നത്? ഉണ്ടാവേണ്ടതിനെ സ്ഥാപിക്കുകയും ഇല്ലാതിരിക്കേണ്ടതിനെ, ഒഴിവാക്കേണ്ടതിനെ തറപ്പിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഖുർആനിന്റെ ശൈലിയാണ്. അത് പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും പറയുന്നത് പോലെ തന്നെ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നതിലും ഈ ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിൽ
ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലയിൽ പറയുന്നത് പോലെ ആദ്യം നിഷേധിക്കുന്നു, അള്ളാഹു അല്ലാത്ത ഒരാരാധ്യനും ഇല്ലെന്ന് പറയുന്നു, പിന്നെ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ചില ആയത്തുകളിൽ നേരെ തിരിച്ചു കാണാം. ആദ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഇത്ബാത്ത്, പിന്നെ നിഷേധം, വേറെ ആരും ആരാധനക്കർഹനായില്ല. ചില സ്ഥലങ്ങളിൽ അവരെ മാത്രമെന്ന കൽപ്പന, അതിനോട് ചേർന്ന് മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്ന വിലക്ക്. ഇതാണ് ഖുർആനിന്റെ പ്രതിപാദന ശൈലി. അപ്പൊ ഒന്നുകിൽ ആദ്യം അല്ലെങ്കിൽ അവസാനം, രണ്ടായിരുന്നാലും ഇത്ബാത്തും നഫിയും അടങ്ങിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ്, ആർക്കും മനസ്സിലാവുന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ സ്ഥാപിക്കലുണ്ട്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അതുപോലെ വേറെ ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്ന നിഷേധവും അതിലടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മുസ്ലിങ്ങളിൽ പലരും മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ ആളുകളാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ് എന്ന് പറയുന്നവർ അള്ളാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളോടും അവയെ ആരാധിക്കുന്ന ആളുകളോടും ഒരു ലഘു മനോഭാവം അവരിൽ കടന്നുകൂടുന്നു എന്ന് നമുക്ക് കാണാം. ഒന്നാമത്തെ വിഷയം ഇത്ബാത്ത്. അത് ഖുർആനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. അതിന്റെ വശങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. സൂറത്തുൻ നഹ്ലിലെ ആയത്ത് എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിന്? അനിഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചത്. അവിടെ എന്താണ്? ഇത്ബാത്താണ്. പിന്നെ നമുക്കൊക്കെ അറിയുന്നതായത് വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാ, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ മറ്റാരെയും ആരാധിക്കരുത്. ഇവിടെ രണ്ടുണ്ട്. അവസാനം പറയുന്നത് ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ. അപ്പൊ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിനെ തന്നെ ആരാധിക്കണം എന്നവിടെ സ്ഥാപിക്കുന്നു. ജൂത ക്രിസ്ത്യാനികളോട് നിങ്ങൾ വരൂ, നമുക്കും നിങ്ങൾക്കും ഇടയിൽ സമമായ ഒരു കാര്യത്തിലേക്ക്, ഒരു വാക്യത്തിലേക്ക്, ഒരു വചനത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നത് അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും നമ്മൾ ആരാധിക്കരുത് എന്ന തത്വത്തിലേക്ക്. അപ്പൊ എന്താ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഇസ്ബാത്ത്. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ, ഈ പറഞ്ഞ ആയത്തുകളിൽ തന്നെ മറുവശവുമുണ്ട്, അത് പിന്നെ പറയാം. അപ്പോ ഈ ഒരു കാര്യം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കലും അത് പ്രവർത്തിക്കലും ആണ്. അങ്ങനെ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ ഈ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. ഞാനിങ്ങനെ ഒക്കെ പോയിക്കോളാം, ഞാൻ അള്ളാഹ് അല്ലാത്ത ആരെയും ആരാധിക്കുന്നില്ല, ദുആ ചെയ്യുന്നില്ല, പക്ഷെ ആരോട് പറയാൻ ഞാനില്ല എന്ന് പറയാൻ പറ്റൂല. അത് പഠിപ്പിക്കണം, പറയണം, ക്ഷണിക്കണം, അത് അവന്റെ ബാധ്യതയാണ്. ഹാദാ ബലാഗുൽ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമൂ അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്. ഇത് ഖുർആന്റെ പ്രേരണയാണ്. തൗഹീദ് ജനങ്ങളോട് പ്രേരിപ്പിക്കുക, ഇത് ജനങ്ങൾക്കുള്ള പ്രബോധനമാണ്. ഇത് ഖുർആൻ എന്ന് പറയുന്നത് ജനങ്ങൾക്കുള്ള അള്ളാഹുവിന്റെ ബലാഗാണ്, അള്ളാഹുവിൽ നിന്നുള്ള എത്തിക്കുന്ന കാര്യമാണ്. എന്തിനാണ് ഈ ഖുർആൻ? ലിയുൻദറു ബിഹി, അതുകൊണ്ട് ജനങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയും വലിയഅലമൂ അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്, അള്ളാഹു ഇലാഹ് എന്നത് ഒരുവനേ ഉള്ളൂ എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും. അപ്പൊ ജനങ്ങൾ അള്ളാഹു ഒരുത്തനേ ഉള്ളൂ, ആരാധ്യൻ ഒരുത്തനേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഖുർആൻ ഇറക്കിയത്. അപ്പൊ ഇതെന്താ? പ്രേരിപ്പിക്കലാണ്. അതുപോലെ തന്നെ ഹുവൽ ഹയ്യു ലാ ഇലാഹ, അവനാകുന്നു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവനല്ലാതെ ആരാധ്യനില്ല. ഇല്ലാഹുവ, അള്ളാഹു അല്ലാതെ. ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അതുകൊണ്ട് കീഴ്വണക്കത്തെ അവന് മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ അവനോട് ദുആ ചെയ്യുക. അപ്പൊ എന്താ? പ്രേരണ. നിങ്ങൾ അത് മനസ്സിലാക്കണം, അങ്ങനെ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം മക്കയിലും കിട്ടാവുന്ന സന്ദർഭങ്ങളിലെല്ലാം ജനങ്ങളോട് ഉപദേശിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹ്മദും മറ്റും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്. മക്കയിൽ പണ്ടുകാലത്തെ അറിയപ്പെടുന്ന ചില ചന്തകളുണ്ട്, അങ്ങാടികൾ. അതിൽപ്പെട്ട ഒന്നാണ് ദുൽ മജാസ്. ഈ ദുൽ മജാസിലെ അങ്ങാടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വരും. എന്നിട്ട് ജനങ്ങളോട് പറയും, യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. അപ്പൊ വിജയം കിട്ടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് ഈ ചന്തയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ നബുവത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ പോലും, അതായത് പരസ്യപ്രബോധനം നടത്താൻ വേണ്ടിയുള്ള കൽപ്പന വന്നതിന് ശേഷം അങ്ങനെ കിട്ടാവുന്ന സ്ഥലങ്ങളിൽ പ്രവാചകൻ പോയി പറഞ്ഞിരുന്നു. അപ്പൊ ഈ കാര്യം നമുക്കും ബാധകമാണ്. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം, അതിന്റെ പ്രേരണകൾ ഉൾക്കൊള്ളണം, കൽപ്പനകൾ പാലിക്കണം, അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ഈ ഇസ്ബാത്തിന്റെ മൂന്നാമത്തെ വശം, ഇത്തരം കാര്യം അംഗീകരിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് അംഗീകരിക്കുന്ന ആളുകൾ
പരസ്പരം ബന്ധമുണ്ടാകണം, പരസ്പരം കൂറു പുലർത്തണം. മറ്റുള്ളവരോടില്ലാത്ത ഒരു ആത്മീയമായ ബന്ധം ഈ ആളുകൾ തമ്മിൽ ഉണ്ടാകണം. ഇന്ന് പലപ്പോഴും അങ്ങനെയല്ല. ഖുർആൻ പഠിപ്പിച്ച ഈ ഒരു തത്വത്തിൽ പലപ്പോഴും തൗഹീദുള്ളവർ തമ്മിൽ കടുത്ത ശത്രുക്കളായി മാറുന്നു മറ്റു പല വിഷയങ്ങളുടെ പേരിൽ. ഇത് വിശ്വാസികൾക്കിടയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പലയിടങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു വചനം സൂറത്ത് തൗബയിലെ 71-ാമത്തെ വചനമാണ്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ. കപടന്മാർ എങ്ങനെയാണ്, സത്യവിശ്വാസികളും വിശ്വാസിനികളും എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് സൂറത്തുൽ അംഫാലിൽ ഇത് കാണാം. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ. അവരിൽ ചിലർ ചിലരുടെ വലിയുകളാണ്, ഔലിയാക്കന്മാരാണ്. വലിയ എന്ന് പറഞ്ഞാൽ സഹായി, രക്ഷകൻ, ഉറ്റമിത്രം, ഉറ്റകൂട്ടുകാരൻ എന്നൊക്കെയാണ്. അപ്പൊ വിശ്വാസികൾ പരസ്പരം ഈ പറഞ്ഞതൊക്കെ ആകണം, വിശ്വാസിനികൾ പരസ്പരം ഈ പറഞ്ഞതൊക്കെയാകണം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലാണ് ഉറ്റബന്ധം, മനസ്സറിഞ്ഞുള്ള ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹവും ബന്ധവും കൂറും ഉണ്ടാകേണ്ടത്. സൂറത്തുൽ ഹുജറാത്ത് 10-ാമത്തെ ആയത്ത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. സത്യവിശ്വാസികൾ സഹോദരന്മാർ മാത്രമാകുന്നു, വേറൊന്നുമല്ല. സത്യവിശ്വാസികൾ സഹോദരന്മാർ മാത്രമാണ്, അവര് വേറെ സഹോദരന്മാരല്ലാത്ത ഒന്നും ആകാൻ പാടില്ല. എന്നാൽ ഇന്ന് തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾ തമ്മിൽ സഹോദരന്മാർ മാത്രമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവരാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കടിപിടി കൂടുന്നത്. യോജിക്കേണ്ട, ഒരുമിച്ച് പോകേണ്ട ആളുകൾ തമ്മിൽ പരസ്പരം ശത്രുതയാണ്. എന്നാൽ ഖുർആൻ പറയുന്നു വിശ്വാസികൾ സഹോദരന്മാർ മാത്രമാകുന്നു, വേറെ ഒന്നും ആകാൻ പാടില്ല. പക്ഷേ അതിനപ്പുറം പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്. യസുദ്ദു ബഅ്ദുഹു ബഅ്ദാ. ചിലത് ചിലതിനെ ബലപ്പെടുത്തുന്നു. ഏതൊരു കെട്ടിടത്താലും കെട്ടിടത്തിന്റെ താഴെ വെക്കുന്ന കല്ലും ഏറ്റവും മേലെ വെക്കുന്ന കല്ലും ഒരേ ഉറപ്പുള്ള, ഒരേ തരത്തിലുള്ള നീളവും വലുപ്പവും വീതിയുമുള്ള കല്ലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഭാരം വരിക എന്തിനാണ്? താഴെയുള്ള കല്ലിനാണ്, അല്ലെങ്കിൽ തറക്കാൻ. കാരണം മേലോട്ടുള്ള ഭാരമൊക്കെ അടിയിൽക്കാണ് വരുന്നത്. പക്ഷെ ഇത് വീണുവെന്നില്ല. മേലെയുള്ള കല്ലിനേക്കാൾ ഇത് കനം താങ്ങുന്നുണ്ടോ? ഇല്ല. അത് ഒരുമിച്ച് താങ്ങുന്നു. ഓരോരുത്തരും വേറെ വേറെയല്ല താങ്ങുന്നത്, പരസ്പരം താങ്ങുന്നത് കൊണ്ട് ഒന്നിന് മാത്രം ബലം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അടിയിലുള്ളത് പൊടിഞ്ഞു പോകുന്നില്ല. മറിച്ച് യസുദ്ദു ബഅ്ദുഹു ബഅ്ദാ. ആ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ മറ്റു ചിലയെ ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. അപ്പൊ ഒരു കല്ല് മറ്റൊരു കല്ലിനെ ബലപ്പെടുത്തുന്നത് പോലെ വിശ്വാസികൾ പരസ്പരം കെട്ടുറപ്പോടുകൂടി, ബലത്തോടുകൂടി പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ട് നിൽക്കേണ്ടതാണ്. വശബ്ബക അസാബിഅഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഇതുപോലെ നിൽക്കണം വിശ്വാസികൾ. തൗഹീദുള്ളവർ അങ്ങനെയായിരിക്കണം. മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, സത്യവിശ്വാസികൾ അവർ പരസ്പരമുള്ള സ്നേഹത്തിലും പരസ്പരമുള്ള കാരുണ്യത്തിലും പരസ്പരമുള്ള വിനയത്തിലും ഒരു ശരീരമാണ്. കുറേ ആളുകൾ, ഒരുപാട് സത്യവിശ്വാസികളുണ്ട്, പക്ഷെ എല്ലാവരും ഒരൊറ്റ ശരീരം പോലെയാണ്. വിശ്വാസികൾ എല്ലാവരും കൂടിയിട്ട് ഒരു തടി, ഒറ്റ തടി, പല തടിയല്ല. എന്താ കാരണം? ഒരു തടിക്ക്, ഒരു വിശ്വാസിക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടായാൽ, ഒരവയവത്തിന് വല്ല ബുദ്ധിമുട്ടുമുണ്ടായാൽ തദാഅ ലഹു സാഇറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. ഒരവയവത്തിനാണ് വേദനയുണ്ടായത് എങ്കിൽ മറ്റ് അവയവങ്ങളെല്ലാം ഉറക്കമൊഴിച്ചുകൊണ്ടും അതുപോലെ തന്നെ പനി കൊണ്ടുമൊക്കെ പരസ്പരം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ പല്ലുവേദന ഉണ്ടായി വിചാരിക്കുക. പല്ലിന് വേദന ഉണ്ടായാൽ പല്ലിന് മാത്രമല്ല പ്രയാസം, ശരീരം മുഴുവൻ ആ പ്രയാസത്തോടൊപ്പം ചേരുന്നു, അതിനെ സഹിക്കാനും ക്ഷമിക്കാനും. ഇതുപോലെ സമൂഹത്തിൽ ഒരാൾക്ക് വിഷമമുണ്ടായാൽ എല്ലാവരും കൂടി അത് ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരു ശരീരത്തിലെ ഒരവയവത്തിന് വേദനയുണ്ടായാൽ ശരീരം മുഴുവൻ അനുഭവപ്പെടുന്നത് പോലെ, അത് ഏറ്റെടുക്കുന്നത് പോലെ സമൂഹത്തിന് മുഴുവൻ അനുഭവപ്പെടുന്നു, സമൂഹം മുഴുവൻ അത് ഏറ്റെടുക്കുന്നു. ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം സത്യവിശ്വാസികൾ തമ്മിലുണ്ടാകേണ്ട, അല്ലെങ്കിൽ തൗഹീദുള്ളവർ തമ്മിലുണ്ടാകേണ്ട ബന്ധത്തിന് വേറെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ ഇപ്പറഞ്ഞ കാര്യങ്ങൾ സത്യവിശ്വാസികൾ തമ്മിൽ ഉണ്ടാകണം എന്നതാണ്. തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കുക, ഇസ്ബാത്ത്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് മനസ്സിലാക്കുക, ആ കാര്യത്തിലെ പ്രേരണകളും കൽപ്പനകളും ഉൾക്കൊള്ളുകയും അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അത്തരം ആളുകൾ തമ്മിൽ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി പല തടിയാണെങ്കിലും ഒരു മനസ്സായി ജീവിക്കുക. ഇതാ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത് തൗഹീദുള്ള ആളുകളിൽ ഉണ്ടാകണം. അത് തൗഹീദിന്റെ ഭാഗമാണ്. അഖീദയുടെ ഗ്രന്ഥങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. ഏത് കിതാബ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. രണ്ടാമത്തെ വശം അന്നഫ്യു, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്ന വിലക്ക്
ഇത് നേരത്തെ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം തന്നെ മര്യാദയ്ക്ക് ആളുകൾ മനസ്സിലാക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്നർത്ഥം വെച്ച ആളുകളുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല തരക്കാരുണ്ട്. ലാ ഇലാഹ ഇല്ലെന്ന് പറഞ്ഞാൽ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, സൃഷ്ടാവ് അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. അതല്ല അതിന്റെ അർത്ഥം. സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് മക്കയിലെ മുശ്രിക്കും കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ കാണാം. മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ആരാണ്? നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആരാണ്? ബുദ്ധിമുട്ടിലാകപ്പെട്ടാൽ ഉത്തരം നൽകുന്നത് ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ അവർ പറയും യഖൂലുന്നല്ലാഹ്, ഇതൊക്കെ അള്ളാഹുവാണ്, ഇതൊക്കെ അള്ളാന്റേതാണ്, അല്ലാതെ ആകാശഭൂമിയൊക്കെ വേറെ ആരും സൃഷ്ടിച്ചു കുറെ സൃഷ്ടാവുണ്ട് എന്ന് മക്കയിൽ ഒരു മുസ്ലിക്കും വിശ്വസിച്ചിട്ടില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് അള്ളാഹുവേ ഉള്ളൂ എന്നല്ല, സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ് തൗഹീദ്. രണ്ടാമത്തെ വശം നബിയെ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കാൻ പാടില്ല എന്ന തത്വം മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ട് തൗഹീദ് പൂർണ്ണമല്ലാതെ പോകുന്നു. അതുകൊണ്ട് തൗഹീദൻ ഉള്ളവരാണ് എന്ന് പറയുന്ന ആളുകളും തൗഹീദ് ഇല്ലാത്തവരും തമ്മിലുള്ള കൂടിച്ചേരലുകൾ ഉണ്ടാകുന്നു. വാക്കിലുണ്ടാകുന്നു, പ്രവർത്തനത്തിലുണ്ടാകുന്നു, വിശ്വാസത്തിലുണ്ടാകുന്നു, പെരുമാറ്റത്തിലുണ്ടാകുന്നു. അപ്പൊ എല്ലാം കൂടിക്കലർന്ന് ഒരു ഇഖ്തിലാഫ്, കൂടിച്ചേരൽ അവിടെ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ ശക്തി അത്തരം ആളുകൾക്ക് കുറഞ്ഞു പോകുന്നു. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല, പക്ഷെ അള്ളാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളോടോ ഈ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകളോടോ കൂറും ബന്ധവും ആകുന്നതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം പറഞ്ഞ കാര്യം എന്താണോ അതിന്റെ നേരെ വിപരീത വശം അത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല. അതിനെ നമ്മൾ മാറ്റി നിർത്താം. ഇനി നേരത്തെ പറഞ്ഞ ആയത്തുകളും അല്ലാത്തതെന്ന് പരിശോധിച്ചു നോക്കുക. അനിഅ്ബുദുല്ലാഹ്, എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയാനാണ്. നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണം എന്ന് പറഞ്ഞു നിർത്തിയില്ല. വജ്തനിബുത് താഗൂത, താഗൂത്തിനെ നിങ്ങൾ വെടിയുകയും വേണം. ആരാ താഗൂത്ത്? താഗൂത്തിന് അനിസ്ലാമിക ഗവൺമെന്റ് എന്ന് മാത്രം കേട്ടവരുണ്ടാകാം. അനിസ്ലാമിക ഗവൺമെന്റ്, ഇസ്ലാമികമല്ലാത്ത ഭരണകൂടം. അതല്ല, ത്വഗ എന്ന വാക്കിനർത്ഥം അതിര് കവിയുക എന്നാണ്. അള്ളാഹുവിന്റെ നിയമത്തിന് അതിര് കവിഞ്ഞവർ, അതിനെ വിട്ടുകടന്നവർ. എന്താ അള്ളാഹിന്റെ നിയമം? അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആ നിയമത്തെ മറികടന്നവൻ എങ്ങോട്ടെത്തുക? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കും. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കൾ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാം എന്ന് പറയുകയോ പ്രേരിപ്പിക്കുകയോ ആരാധിക്കപ്പെടണം എന്ന് ഇഷ്ടപ്പെടുകയോ അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമത്തിനപ്പുറമുള്ള നിയമങ്ങൾ, അതിനെതിരായ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഭരണകൂടങ്ങൾ, ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഭരണകൂടാണെങ്കിലും വ്യക്തിയാണെങ്കിലും ഒരു ജഡ്ജിയാണെങ്കിൽ പോലും അള്ളാഹിന്റെ നിയമം ഒരു ഭാഗത്തുണ്ട്. അവൻ അള്ളാഹിന്റെ നിയമം മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ നിയമത്തിനെതിരായ ഒരു വിധി പറയുന്നു എങ്കിൽ അവൻ താഗൂത്താണ്. അത് പറ്റും എന്ന നിലക്ക് അവൻ വിശ്വസിച്ചുകൊണ്ട് ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, കൈക്കൂലിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് വേറെ വിഷയം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഏറ്റവും വലിയ താഗൂത്താനാണ്, അത് ശൈത്താനാണ്. ഏറ്റവും വലിയ താഗൂത്ത് ശൈത്താനാണ്. കാരണം ശിർക്കിന് പ്രേരിപ്പിക്കുന്നത് ഇബ്ലീസാണ്, ശൈത്താന്മാരാണ്, പിശാചുക്കളാണ്. ഇതൊക്കെ പണ്ഡിതന്മാർ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സ്വീകരിച്ച. അപ്പൊ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ ഈ നിലക്ക് നിഷേധിക്കുന്ന എല്ലാ താഗൂത്തുകളെയും നിങ്ങൾ വെടിയണം. അപ്പൊ നോക്കൂ, ഒന്ന് ഇത്ബാത്ത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. രണ്ടാമത്തത് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സർവ്വതിനെയും വെടിയുക. അത് ഈസാ നബിയാകട്ടെ, വദ്ദാകട്ടെ, സുവാകട്ടെ, യഹൂദാകട്ടെ, നസറാകട്ടെ, ലാത്തയാകട്ടെ, ഉസ്സയാകട്ടെ, മനാത്തയാകട്ടെ, ഈസാ നബിയാകട്ടെ, മുഹമ്മദ് നബിയാകട്ടെ, അബ്ദുൽ ഖാദർ ജീലാനിയാകട്ടെ, റിഫായി ഷേഖാകട്ടെ, മമ്പ്രന്തങ്ങളാകട്ടെ, ആരായാലും ശരി, ഇതൊക്കെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരാണ്. പക്ഷേ മുഹമ്മദ് നബി, ഈസാ നബി താഗൂത്തല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആരാധിക്കപ്പെടുന്നവരെല്ലാം താഗൂത്തല്ല. ആരാധിക്കപ്പെടുന്ന കാര്യം അംഗീകരിച്ചുകൊണ്ട് ഒരാൾ ആരാധിക്കപ്പെടുന്നുവെങ്കിൽ അയാൾ താഗൂത്താണ്. ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ ആരാധിക്കപ്പെടുന്ന ഒരുപാട് കല്ലും മരങ്ങളും ചെടികളും ആളുകളൊക്കെ ഉണ്ട്. അവർ തങ്ങൾ ആരാധിക്കപ്പെടണമെന്ന് അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർ താഗൂത്താണ്. ഈസാ നബിയോ മുഹമ്മദ് നബിയോ ഒരിക്കലും അവരെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല അതിനെതിരിൽ പഠിപ്പിച്ച ആളുകളാണ്. അവരറിഞ്ഞാൽ അത് തൃപ്തിപ്പെടുകയുമില്ല, ഇവിടെയുമില്ല, പരലോകത്തുമില്ല. അതുകൊണ്ട് തന്നെ ഈസാ നബിയും മുഹമ്മദ് നബിയും ആരാധിക്കപ്പെട്ടാലും അവർ താഗൂത്തല്ല.
കാരണം അവരത് കൽപ്പിച്ചിട്ടില്ല, പ്രേരിപ്പിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. അപ്പോ ഇങ്ങനെ ആരാധിക്കപ്പെടുന്ന എല്ലാറ്റിനെയും നിങ്ങൾ വെടിയണം. ഇനി അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. നേരത്തെ പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. പിന്നെന്താ പറയുന്നത്? അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത്. വേറെ സ്ഥലത്ത് കാണാം അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. നേരത്തെ പറഞ്ഞ അഹ്ലു കിതാബിനോട് പറയാൻ പറഞ്ഞ ആയത്തിൽ അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, നമ്മൾ ആരിലും പങ്കു ചേർക്കാൻ പാടില്ല. പിന്നെ പറയാം അള്ളാഹുവിനെ അല്ലാതെ നമ്മൾ ആരാധിക്കാനും പാടില്ല. ഇതാണ് കലിമത്തുൻ സവാ ബൈനനാ വ ബൈനകും. അപ്പോ ഒന്ന് ഇസ്ബാത്ത്, മറ്റത് നഫി. സൂറത്തുൽ ദാരിയാത്ത് വലാ തജഅലൂ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം വേറെ ഒരു ആരാധ്യ വസ്തുവിനെ നിങ്ങൾ ഉണ്ടാക്കരുത്, ആരാധ്യനെ ഉണ്ടാക്കരുത്. അപ്പൊ അള്ളാഹിനെ മാത്രം ആരാധിക്കണം. നിർത്തിയോ? ഇല്ല, അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല. ഇനി തൗഹീദ് പഠിപ്പിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാന്റെ കൽപ്പന ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദല്ലാഹ്, നബിയെ പറയുക അള്ളാഹുവിനെ ആരാധിക്കണം എന്നാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത്. അവിടെ പറഞ്ഞു നിർത്തിയോ? ഇല്ല, അവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ ആരാധിക്കാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്ന് നബിയെ നിങ്ങൾ പറയണം. ഇത് കേട്ടാൽ തന്നെ എന്ത് മനസ്സിലാവും? അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്, വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല. പക്ഷേ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്താണ് ഉണ്ടാകേണ്ടത് അക്കാര്യം കൽപ്പിച്ചു. എന്താ ഉണ്ടാകേണ്ടത്? അള്ളാഹുവിനെ ആരാധിക്കുക. എന്താണ് ഉണ്ടാകാൻ പാടില്ലാത്തത്? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. അപ്പൊ അത് രണ്ടാമത് അള്ളാഹു വിലക്കി. അവിടെ ഇസ്ബാത്ത് വന്നു, പിന്നെ നബി വലാ ഉശ്രിക ബിഹി, അവനിൽ വല്ലതിനെയും പങ്കു ചേർക്കുന്നതിനെയും അള്ളാഹു എന്നോട് വിലക്കിയിരിക്കുന്നു, പങ്കു ചേർക്കരുതെന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ എന്തായി? അള്ളാഹുവിനെ ആരാധിക്കണമെന്ന കൽപ്പന വന്നു, ബലപ്പെടുത്തി. അതിനെതിരായ കാര്യം നിന്നിൽ നിന്നുണ്ടാകരുത്. ഇത് ആരോടാ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. തൗഹീദ് പഠിപ്പിക്കാൻ വന്ന അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ശ്രേഷ്ഠൻ എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന, അംഗീകരിക്കുന്ന മുഹമ്മദ് നബിയോട് അള്ളാഹു പറയിപ്പിക്കാൻ, അള്ളാഹിനെ ആരാധിക്കുമെന്ന് പറഞ്ഞാൽ പോരാ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയില്ല എന്നും നീ പറയണം. ഇലൈഹി അദൂ, അവനോടാണ് ഞാൻ ദുആ ചെയ്യുക. വ ഇലൈഹി മആബ്, അവനോടാകുന്നു മടക്കസ്ഥാനം. കണ്ടോ, ഞാൻ അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുക, വേറെ ആരോടും ദുആ ചെയ്യുകയില്ല. വേറെ സ്ഥലത്ത് സൂറത്തുൽ ജിന്ന് 20-ാമത്തെ ആയത്ത് ഖുൽ, പറയുക ഇന്നമാ അദൂ റബ്ബി, എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് നീ പറയണം. അതെന്താ? ഇസ്ബാത്ത്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമെന്ന് സ്ഥാപിച്ചു. അതിന്റെ വിപരീതം എന്താ? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക. അതിവിടെ വീണ്ടും പറയിപ്പിച്ചു. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ മറ്റാരെയും പങ്കു ചേർക്കുകയില്ലെന്നും നബിയെ പറയണം. കണ്ടോ, ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. സബുൽ മുബിഖാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7 വൻ പാപങ്ങൾ. അതില് ഒന്നാമത്തെ കാര്യം എന്താ? അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതിനെ വെടിയുക. അതെന്താ? നഫിയാണ്, ഒഴിവാക്കുകയാണ്. അള്ളാഹുവിന് പങ്കുകാരനില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആയത്തുകളിലും ഹദീസുകളിലുമൊക്കെ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇതൊന്ന് സമൂഹത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. നമ്മൾ വേറെ എങ്ങോട്ടും പോണ്ട. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല, അവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന തൗഹീദിന്റെ പൂർണ്ണതയുടെ മറുവശം. ഇത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോഴാണ് തൗഹീദ് പൂർണ്ണമാകുന്നത്. അപ്പൊ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കിയവർ പോലും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത്. പള്ളിയിൽ വന്ന് നമസ്കരിക്കും, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു. നോമ്പ് അള്ളാഹുവിന് വേണ്ടി നോൽക്കുന്നു. ഹജ്ജ് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നു. സക്കാത്ത് അള്ളാഹുവിന് വേണ്ടിയാക്കുന്നു. പക്ഷേ അത് ചെയ്യുന്ന ആളുകൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു. ഓരോ തൗഹീദ് പൊളിഞ്ഞു. തൗഹീദ് പൂർണ്ണമല്ല, ഒരു ഭാഗമേ ഉള്ളൂ. അതെന്നോ പൊളിച്ചു കളഞ്ഞു. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നവൻ അംഗീകരിച്ചതിന് അവൻ തന്നെ പൊളിച്ചു. എങ്ങനെ പൊളിഞ്ഞത്? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്ന കാര്യം അവൻ പാലിച്ചില്ല. അപ്പോ പറഞ്ഞതിനെ അവൻ തന്നെ പൊളിച്ചു, അവൻ ചെയ്തതിനെ അവൻ തന്നെ പൊളിച്ചു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അവനിൽ തൗഹീദില്ല. തൗഹീദ് ഉണ്ടെങ്കിൽ അള്ളാഹു അല്ലാത്തവൻ ആരാധിക്കുകയില്ല. അതുകൊണ്ട് അവനിൽ ഉണ്ടായിത്തീർന്നത് ശിർക്കാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് സൂറത്തുൽ മുംതഹനയിലെ 4-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, പ്രത്യേകിച്ച് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഖുതുബകളിൽ. അതിൽ 5 കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട്. തൗഹീദുള്ള ആളുകളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാതെ പറഞ്ഞു പോകാം. 1,
എന്താണ്? ഇന്നാ ബുറആഉ മിൻകും. ഇബ്രാഹിം നബിയും വിശ്വസിച്ച ആളുകൾ പറയാൻ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാൻ. ആരാ നിങ്ങൾ? ശിർക്ക് ചെയ്യുന്ന ആളുകൾ, കുഫറിന്റെ ആളുകൾ. അപ്പൊ ഞങ്ങൾ നിങ്ങളും തമ്മിൽ ബുറആ, ഞങ്ങൾ മുക്തരാകുന്നു, ഒഴിഞ്ഞവരാകുന്നു, വിട്ടുനിൽക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു വിശ്വാസികൾ തമ്മിൽ ഉറ്റബന്ധമുണ്ടാകണം. എന്നാൽ നിങ്ങൾ വിശ്വാസികളല്ല, ശിർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല, ആത്മബന്ധമില്ല, കൂറില്ല, നമ്മൾ വേറിട്ടിരിക്കുന്നു. വലാ ബറാ എന്ന് പറയുന്നത് അതിനാണ്. അതേ കാര്യം അവിടെ ഉപയോഗിച്ചത്. ബുറആ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് മുക്തരാണ്, ഒരു ബന്ധവുമില്ല. വമിമ്മ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളിൽ നിന്നും ഞങ്ങൾ ഒഴിവാകുന്നു. നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹത്തിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്. നിങ്ങൾ അല്ലാഹുവിനെ പുറമെ വിളിച്ചു തേടുന്ന അബ്ദുൽ ഖാദർ ജീലാനിയാകട്ടെ, ഇനി വേറെ ആരെങ്കിലും ആകട്ടെ, യേശുക്രിസ്തു ആകട്ടെ, കൃഷ്ണനാകട്ടെ, രാമനാകട്ടെ, ആരായിരുന്നാലും ശരി, കല്ലാകട്ടെ, മരമാകട്ടെ, അതിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്. പക്ഷെ നോക്കൂ, ആളുകൾ ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല പലപ്പോഴും. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, നമ്മൾ സാധാരണ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നില്ല എന്ന് വിശ്വസിക്കുക. നമ്മൾ ആരും ശിർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് മാത്രം തൗഹീദ് പൂർണ്ണമാകുമോ? ഇല്ല. ശിർക്ക് ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, ശിർക്ക് ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ ഒഴിവാകണം. അവരുമായി ഉച്ചബന്ധം പാടില്ല. ഇവിടെ എന്താ ആദ്യം പറഞ്ഞത്? നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നു എന്നല്ല. പിന്നെന്താ? അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യുന്ന നിങ്ങളിൽ നിന്ന് നമ്മൾ സലാം പറഞ്ഞിരിക്കുന്നു. ആദ്യം സലാം പറഞ്ഞത് ആരാധ്യ വസ്തുക്കളോടല്ല, പിന്നെ ആരോടാ? ആരാധിക്കുന്ന ശിർക്കിന്റെ ആളുകളോടാണ്. രണ്ടാമതാണ് പറയുന്നത് നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരോടും നമ്മൾ വിട്ടുപോന്നിരിക്കുന്നു. നമ്മളോ ആരാധ്യ വസ്തുക്കളെ ഒരു പക്ഷേ വിട്ടുവെന്ന് വരാം. കൃഷ്ണന്റെ വേഷം കെട്ടിയതും അതുപോലുള്ള ആഘോഷങ്ങൾ ഏർപ്പെടുന്നതും അത് മിനുക്കി തുടച്ചതുമൊക്കെ എന്താണ്? അതിനോട് വിട്ടുപോരാത്തത് കൊണ്ടാണ്. അതൊന്നും കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. രണ്ടാമത്തതോ, അത് ചെയ്യുന്ന ആളുകളോടും വലാ പുലർത്തുന്നു, ഉച്ചബന്ധം പുലർത്തുന്നു. ഇനി ഇബ്രാഹിം നബി നാട് വിട്ടുപോകുമ്പോ ബാപ്പനോട് പറഞ്ഞൊരു വാചകമുണ്ട്. അതെന്താ? അവിടെയും ഇതാണ് ആദ്യം കിടന്നത്. അഴ്ത്തസിലുക്കും. ആദ്യം പറയുന്നത് നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹത്തെ ഞാൻ പിടിയുന്നതല്ല. ബാപ്പ, നിങ്ങളെ ഞാൻ പിടിയുന്നു. നിങ്ങളെപ്പോലെ വിഗ്രഹമുണ്ടാക്കി വിൽക്കുന്നവരെ ഞാൻ പിടിയുന്നു. നിങ്ങളെപ്പോലെ ശിർക്ക് ചെയ്യുന്ന ആളുകളെ ഞാൻ പിടിയുന്നു. അപ്പൊ ആദ്യം ആരോടെ ബന്ധം വിച്ഛേദിച്ചത്? ആരാധ്യ വസ്തുക്കളോടല്ല, മറിച്ച് അല്ലാഹുവിന് പുറമെ മറ്റു പലതിനെയും ആരാധിക്കുന്ന ശിർക്കിന്റെ ആളുകളോട്. പാപ്പനോട് പറയാൻ, നിങ്ങളടക്കമുള്ള ആളുകളെ അഴ്ത്തസിലുക്കും, നിങ്ങളെ ഞാൻ വെടിഞ്ഞു, ഞാൻ വിട്ടുപോകുന്നു. ഈ തതല്ലാതെ വെടിഞ്ഞു മാറിപ്പോവാന്നാണ്. രണ്ടാമതാണ് പറയുന്നത് അഴ്ത്തസിലുക്കും വമാ തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെയും ഞാനിതാ വെടിയുന്നു. അപ്പോ ആദ്യം നമ്മുടെ ഇത്തരത്തിലുള്ള വിശ്വാസത്തിന് എതിരാകുന്ന, ശിർക്കിന് അനുകൂലമായേക്കാവുന്ന ബന്ധങ്ങൾ വിച്ഛേദിക്കേണ്ടത് ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നും കുഫ്രിന്റെ ആളുകളിൽ നിന്നുമാണ്. പിന്നെയാണ് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞത് ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളിൽ നിന്നും. അപ്പൊ അത് രണ്ടും പറ്റൂല. മൂന്നാമത്തെ കാര്യം എന്താ? നിങ്ങളെ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. 4, നിങ്ങൾ നമ്മളും തമ്മിൽ ഉള്ളത് ശത്രുതയും വിദ്വേഷവുമാണ്. ഏതുവരെ? നിങ്ങൾ അല്ലാഹുവിനെ മാത്രം വിശ്വസിക്കുന്നതുവരെ. ഈ 5 കാര്യങ്ങൾ ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടി, മകന്റെ മകൻ ഷെയ്ഖ് സുലൈമാൻ ഇബ്നു അബ്ദില്ല ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടിയായ ഷെയ്ഖ് സുലൈമാൻ പറയാണ്, ഇന്നൻ നുത്ഖ ബിഹാ മിൻ ഗൈരി മഅരിഫത്തി മഅനാഹാ. സൂറത്ത് മുംതഹനയിൽ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ, നബീന്റെ 5 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ തൗഹീദിന്റെ വചനം ആശയം മനസ്സിലാക്കാതെ ഒരുത്തൻ ഉച്ചരിച്ചാൽ വല അമലിൻ ബി മുഖ്തലാഹ, ആ വാക്യങ്ങളുടെ, തൗഹീദിന്റെ വാക്യങ്ങളുടെ തേട്ടമനുസരിച്ച് പ്രവർത്തിക്കാതെയും, അപ്പൊ ആശയം മനസ്സിലാക്കുന്നില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല. എന്താണ് പ്രവർത്തനം ഉണ്ടാകേണ്ടത്? മിൻ ഇൽതിമാസി തൗഹീദി, തൗഹീദിനോടവൻ പ്രതിബദ്ധത പുലർത്തണം. വതർക്കി ശിർക്കി വൽ കുഫ്രി ബി താഗൂത്തി, ശിർക്കിനെയും താഗൂത്തിനെ നിഷേധിക്കണം, ശിർക്കിനെയും അവൻ വെടിയണം. അപ്പൊ തൗഹീദ് പ്രവർത്തിച്ച് ശിർക്കും കുഫറും എതിർത്ത് താഗൂത്തിനെ വെടിഞ്ഞ് തൗഹീദിന്റെ തേട്ടത്തെ, താല്പര്യം എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കാതെ, ഈ അർത്ഥം മനസ്സിലാക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരുത്തൻ പറഞ്ഞാൽ ഫഇന്ന ദാലിക ഗൈറു നാഫിഇൻ ബിൽ ഇജ്മാഇ, ഏകകണ്ഠമായ പണ്ഡിതാഭിപ്രായം അനുസരിച്ച് ഈ വാക്ക് ഒരു ഉപകാരവും അവന് ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അപ്പറഞ്ഞവൻ മുസ്ലിമായിട്ടില്ല.
ഇങ്ങനെ ചെയ്തവൻ മുസ്ലിമായിട്ടില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും ശരി, നമസ്കരിച്ചാലും ശരി, നോമ്പ് നോറ്റാലും ശരി, ജുമാക്ക് വന്നാലും ശരി, ഹജ്ജ് ചെയ്താലും ശരി, അവൻ ഈ വാക്കുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അവൻ മുശ്രിക്കാകുന്നു എന്ന്. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്. ഇബാദത്തുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ പറഞ്ഞതുപോലെ നഫിയുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ കാര്യം ശിർക്കിനെ ശക്തമായി എതിർക്കുക, ശിർക്കിന്റെ ആളുകളെയും ശക്തമായി എതിർക്കുക. ഇത് രണ്ടും ഖുർആൻ കൽപ്പിച്ചതാണ്. യാ അയ്യുഹൻ നബിയ്യു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം, അല്ലയോ നബിയെ കാഫിറുകളോട് ജിഹാദ് ചെയ്യുക, വൽ മുനാഫിഖീന കപടന്മാരോട്. ഈ കപടം എന്ന നബിന്റെ കാലഘട്ടത്തിലെ കപടന്മാരാണ്. ശിർക്ക് 2 തരമുണ്ട്, ചെറുതും വലുതും. കുഫർ 2 തരമുണ്ട്, ചെറുതും വലുതും. അതുപോലെ നിഫാഖും 2 തരമുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാപട്യുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത കാപട്യുണ്ട്. നബിന്റെ കാലഘട്ടത്തിൽ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് നബിനോടൊപ്പം നടന്ന ആള് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കപടന്മാരാണ്. കാരണം എന്താ? വിശ്വസിച്ചവരാണ് എന്ന് പറയുന്നു, അതിന് തീർത്തും എതിരായ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇത്തരം ആളുകളോട് നീ ജിഹാദ് നടത്തണം. വഗ്ലുദ് അലൈഹിം, അവരോട് പരുഷമായി തന്നെ പെരുമാറണം. സൂറത്ത് തൗബയിലെ 73-ാമത്തെ വചനം, അതുപോലെ തന്നെ സൂറത്ത് തഹ്രീമിലും ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് ഒരു വിശ്വാസിയിൽ ഉണ്ടാകണം. ഇതിനോട് ഒരു തരത്തിലുള്ള മമതയും പാടില്ല. നേരത്തെ പറഞ്ഞ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ നമുക്ക് കാണാം, അള്ളാഹു അനുഗ്രഹം നൽകിയ മനുഷ്യ, എന്താ നിനക്ക് നൽകിയ അനുഗ്രഹം? നീ ഇസ്ലാമായി, നീ മുസ്ലിമായി ജീവിച്ചു. അള്ളാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന കാര്യവും നീ മനസ്സിലാക്കി. ഇത് രണ്ടും വലിയൊരു നിയമത്താണ്. ഈ നിയമത്ത് കിട്ടിയ മനുഷ്യ, നീ വിചാരിക്കരുത് ഞാൻ സത്യത്തിന്റെ ആളാണ്, ഞാൻ മറ്റെല്ലാത്തിനെയും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് നീ പറയാണ് ലാക്കിൻ ലാ തഅറദുൽ മുശ്രിക്കീന, എന്നാൽ ഞാൻ മുശ്രിക്കുകൾക്ക് തടസ്സം സൃഷ്ടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ചെയ്യരുത് എന്നുള്ള ഒരു വാക്കും ഞാൻ പറയാൻ പോകില്ല. വലാ അഖൂലു ബിഹിം ഷൈആ, അവരുടെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയുകയില്ല. ലാ തദുന്നു അന്ന ദാലിക യഹ്സുലു ലക ബിഹി ദുഖൂലു ഫിൽ ഇസ്ലാം. അപ്പൊ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ അംഗീകരിച്ചു, ഞാൻ അല്ലാഹു അല്ലാത്ത ആരെയും ആരാധിക്കുകയില്ല, പക്ഷെ ശിർക്കിനെയും മുശ്രിക്കുകളെയും ഒന്നും എതിർക്കാൻ ഞാനില്ല, ഞാനിങ്ങനെ പോയിക്കോളാം എന്ന് നീ പറഞ്ഞാൽ നീ വിചാരിക്കേണ്ടതില്ല ആ വാക്കുകൊണ്ട് നീ ഇസ്ലാമിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് നീ വിചാരിക്കേണ്ടതില്ല. കാരണം എന്താ? നിനക്ക് അവരോടുള്ള ബറാ, അല്ലെങ്കിൽ നേരത്തെ സൂറത്തുൽ മുംതനയിൽ പറഞ്ഞ ശിർക്കിന്റെ ആളുകളോട് അത്തരം കാര്യങ്ങളിൽ യാതൊരു യോജിപ്പും രേഖപ്പെടുത്താതിരിക്കുക, അതിനെ എതിർക്കാതിരിക്കുക, അതിനെ വിലക്കാതിരിക്കുക, അതിന് നീ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നീ മുസ്ലിമായി എന്ന് നീ വിചാരിക്കണ്ട. തുടർന്ന് വീണ്ടും കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അവസാനം ഒരു വാചകം കൂടി പറയുന്നുണ്ട്, വലൗ യഖൂലു റജുലുൻ, ഒരുത്തം പറയാം, അന അത്തബിഉൻ നബിയ്യ വഹുവ അലൽ ഹഖി, നബി സത്യത്തിലാണ്, അതുകൊണ്ട് ഞാൻ നബിയെ പിൻപറ്റുന്നു എന്നവൻ പറയുന്നു. ലാക്കിൻ ലാ അതഅറദു ലാത്ത വൽ ഉസ്സ, എന്നാൽ ലാത്തക്കും ഉസ്സക്കും ഞാൻ എതിരാവില്ല. ലാത്തയും ഉസ്സയും ആരാധിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയൂല. വലാ അതഅറദു അബാജാഹിലിൻ വഅംസാലിഹി, അബൂജഹലിനെയും അബൂജഹലിനെ പോലുള്ള ആളുകൾക്കും ഞാൻ എതിരാവുകയില്ല. അലാ വഅംസാലിഹി മാ അലാ മിൻഹും ലം യസിഹ ഇസ്ലാമുഹു, അവർ എന്തിലാണോ ഉള്ളത് അവർ നിലകൊള്ളുന്ന നിലപാടിനെ. അപ്പോ അബൂജഹൽ മാറ്റം നിർത്തിയില്ല. അബൂജഹലിനെ പോലെ ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകൾ എന്തൊരു കാര്യത്തിലാണോ ഉള്ളത് അതിനൊന്നും ഞാൻ എതിർക്കാൻ പോലെ, പക്ഷെ ഞാൻ മുഹമ്മദിനെ പിന്തുടരുന്ന ആളാണ്, ഞാൻ അള്ളാന്റെ ആളാണ്, റസൂലിന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ ഇവരൊന്നും എതിർക്കാൻ, ശിർക്കും കുഫറൊന്നും എതിർക്കാൻ ഞാനില്ല, അതിനൊന്നും ഞാൻ പോരൂല എന്ന് പറഞ്ഞാൽ ലം യസിഹ ഇസ്ലാമുഹു, അവന്റെ ഇസ്ലാം സാധുവാവുകയില്ല. സാധുവാവില്ല എന്ന് പറഞ്ഞാൽ അവൻ ശരിയായ മുസ്ലിം അല്ല എന്നർത്ഥം. അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല